بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أفضل الأنبياء والمرسلين سيدنا ومولانا رسول الله وعلى آله وصحبه أجمعين. أما بعد فقد قال الله سبحانه وتعالى في قرآنه المجيد: يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. قال رسول الله صلى الله عليه وسلم: أحب الناس ما تحب لنفسك. يا سيدي يا رسول الله خذ بي ما لي سواك ولا قلبي على أحد. اللهم صل وسلم وبارك على محمد سيدنا ومولانا رسول الله. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ 1500-ാം ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബീഉൽ അവ്വൽ പ്രമാണിച്ച് നമ്മൾ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. നമ്മുടെ ആരൂർ SYS സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച്. ഈ പരിപാടി സ്നേഹലോകം എന്ന പേരിൽ ഇതിൻ്റെ ഈ പരിപാടിയുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മുടെ സെൻട്രൽ മസ്ജിദ് ഖത്തീബും നമുക്കേറെ പ്രിയങ്കരനുമായ അഭിവന്യ ഷാഹുൽ ഹമീദ് ഇർഫാനി ഉസ്താദ് അവர்கள் വേദിയിലുള്ള പണ്ഡിതന്മാർ, നേതാക്കൾ, സദസ്സിലുള്ള ഉസ്താദുമാർ, പഠിതാക്കൾ, മുതഅല്ലിമീങ്ങൾ, സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹിതമായ ലക്ഷ്യത്തോടു കൂടി ഇന്ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും സംബന്ധിക്കാൻ അഹമഹിമതയ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ നേതാവുമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്താനുള്ള നമ്മുടെ എളിയ സംരംഭം അവൻ ആദ്യം വിജയിപ്പിക്കുമാറാകട്ടെ. ഇതിൽ ഭാഗമാക്കാവുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാ സൗഭാഗ്യങ്ങളും ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം നടക്കുന്ന പരിപാടിക്ക് വലിയ സഹായം ആവശ്യമാണ്. അപ്പൊ അതിനൊക്കെ പരസ്യമായും രഹസ്യമായും സഹായിച്ച എല്ലാവർക്കും കുടുംബസമേതം അള്ളാഹു അളവറ്റ സവാബുകൾ ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. അവരുടെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു പരിഹരിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ട് കരകയറ്റുമാറാകട്ടെ. ആമീൻ. സ്നേഹലോകം അത് വല്ലാത്ത ഒരു ശീർഷകമാണ്. നമ്മുടെ പരിപാടിയുടെ ഒരു തലക്കെട്ടാണ് സ്നേഹലോകം. സ്നേഹിക്കാത്തവർക്ക് മനുഷ്യരാകാൻ സാധ്യമല്ല. ഏത് സിദ്ധാന്തങ്ങൾ പരിശോധിക്കുമ്പോഴും ഏത് പ്രത്യശാസ്ത്രം പരിശോധിക്കുമ്പോഴും ഈ വസ്തുത സുതാര്യമാണ്. അക്രമത്തിന്റെ ഭാഷ, വിരോധത്തിന്റെ ഭാഷ, പകയുടെ ഭാഷ നമുക്ക് അചിന്ത്യമാണ്.
നമുക്ക് അസഹ്യമാണ്. ഇത്തഖുൽ ദുൽമ ഫഇന്നൽ ദുൽമ ദുൽമാത്തുൻ യൗമൽ ഖിയാമ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു. അക്രമം എന്ന് പറയും. ഇതിപ്പോ അക്രമമാണല്ലോ എല്ലാ സ്ഥലങ്ങളിലും, എവിടെയും അക്രമമാണ്. മനുഷ്യൻ ക്ഷിപ്ര കോപിയാണ്. കോപിക്കരുത് 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 എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു ഉപദേശം തേടി വന്ന ആളോട് ആവർത്തിച്ച് ഉരുവിട്ടില്ലേ. അതൊക്കെ നമ്മൾ വിസ്മരിച്ച് ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചെറുപ്പം വലുപ്പമൊന്നും നോക്കിയില്ല. പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാൻ പറഞ്ഞു. ഇതൊക്കെ മതത്തിന്റെ സിദ്ധാന്തങ്ങളാണ്, മാനുഷികതയുടെ സിദ്ധാന്തങ്ങളാണ്. നമ്മൾ എന്തും ചെയ്യാൻ മടിക്കുകയില്ല. അപ്പോൾ തന്നെ കൈയെടുത്ത് അടിക്കാൻ, അല്ലെങ്കിൽ ആയുധങ്ങളുണ്ടാകും, ചിലപ്പോൾ തോക്കുണ്ടാകും വെടിവെക്കാൻ, വലിയ റിവോൾവറൊക്കെ കയ്യിലുണ്ടാകും. അത് കഴിഞ്ഞ് വകവരുത്തി കളയും. അപ്പൊ രണ്ടുമൂന്ന് പേപ്പറിൽ കണ്ടില്ലേ, നമ്മളൊരു തൊടുപുഴയിലൊരു ഒരു 82 വയസ്സുള്ള ആളെ വധശിക്ഷയ്ക്ക് വിധിച്ചില്ലേ. ഹൈറൂപത്തിൽപ്പെട്ട ആളാണ്. പേര് ഞാനിപ്പോ അതില്ല പേര് കേട്ടോ. അയാള് മകനെയും മരുമകളെയും 2 മക്കളെയും പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞു. ഇത്ര ആസൂത്രിതമായിട്ടാണ് ചെയ്തതെന്നറിയാമോ? ആസൂത്രണം. അയാളെല്ലാം കെട്ടും എങ്ങനെ എല്ലാം വീടൊക്കെ ബന്ധൗസ് ചെയ്ത് വെള്ളം വരാനുള്ള മാർഗങ്ങളൊക്കെ കൊട്ടിയടച്ച്, എന്നിട്ടാണ് ഹീനകൃത്യം നിർവഹിച്ചത്. ജനൽ കൂടി പെട്രോൾ ഒഴിച്ചിട്ട് തീ കത്തിച്ച്. പെണ്ണ് ഓടി, തീ കത്തിക്കൊണ്ടിരിക്കുന്ന പെണ്ണ് ഓടി. വെള്ളം നോക്കിയപ്പോൾ ടാപ്പിലൊന്നും വെള്ളമില്ല. മുമ്പലടക്ക എല്ലാം അടച്ചു കളഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 79 വയസ്സിലാണ് ഇയാൾ ചെയ്യുന്നത്. അയാളുടെ പേരിലുള്ള സ്വത്ത് ഇവർക്ക് ഇഷ്ടദാനം കൊടുത്ത്. അത് നിയമപരമായി വേറെ വഴികളുണ്ട്. ഇയാളെ നോക്കുന്നില്ല, ആ മകൻ ഇയാളെ നോക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ നിയമമുണ്ട്, ഇഷ്ടദാനം തിരിച്ചെടുക്കാം. ജഡ്ജിയുമായി കോടതിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, തിരിച്ചു കിട്ടും. അതൊന്നും ചെയ്യാതെ കണ്ട് അയാൾ അവരെ കൊന്നുകളഞ്ഞു. ഇപ്പൊ 82 വയസ്സിൽ ജയിലിൽ പോയി കിടക്കുകയാണ്. വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് അടുത്ത തൊടുപുഴയിലെ സെഷൻസ് ജഡ്ജി. നമ്മൾ ചിന്തിക്കണം അതിനെക്കുറിച്ച്. ശരിയല്ല വരുന്നത്. എന്തുമാത്രം ഇങ്ങനെ തോന്നി എന്നുള്ളതാണല്ലേ. ഇനിയിപ്പോ വസ്തു തിരിച്ചു തന്നില്ലെങ്കിലും മകനല്ലേ, ആ കാരുണ്യൊക്കെ വറ്റിപ്പോയി നമ്മുടെ ഹൃദയത്തിൽ നിന്ന്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, അക്രമം അത് ഹീനകൃത്യമാണല്ലോ. സബൈൽ മുബിഖാത്താണ് വധിക്കുക എന്ന്. ഇസ്ലാമിന്റെ മാർഗമല്ല, മനുഷ്യത്വം അംഗീകരിക്കാത്ത കാര്യമാണല്ലോ. മാനുഷികമായ പരിപ്രേക്ഷ്യത്തിൽ നാം ചിന്തിക്കുമ്പോൾ അതിനേതൊരു നിയമസാധ്യതയുമില്ല. അതെല്ലാവരും വെറുക്കുന്ന ഒരു കാര്യമാണ്. ഇത്തഖുൽ ദുൽമ, ദുൽമിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. അക്രമം ഫഇന്നൽ ദുൽമ, നിശ്ചയമായും അക്രമം ദുലുമാത്തു യൗമൽ ഖിയാമ എന്ന അഷ്റഫുൽ ഖൽഖ്. അത് അന്ധകാരമാണ്. ഖിയാമത്ത് നാളിൽ അത് അന്ധകാരമാണ്. ഇതിനേക്കാൾ വലിയ ഗൗരവേറിയ ഹദീസുകളുണ്ട്. വിസല്ല പരിചയപ്പെടുത്തലാണല്ലോ. അപ്പൊ എല്ലാം സ്പർശിച്ചു പോകണം ഇതിൽ. അക്രമം ഒരിടത്തും അക്രമത്തിന് നാം അനീതിക്കും കൂട്ടുനിൽക്കാൻ പാടില്ല. അത് ഇസ്ലാം നീതിയുടെ മതമാണല്ലോ. നീതിയും സമാധാനവുമാണ് ഊന്നിപ്പറഞ്ഞത്. നമ്മൾ ഒരു സൊസൈറ്റി, നമ്മളിങ്ങനെ മുസ്ലിം സൊസൈറ്റി മാത്രമല്ലല്ലോ, ലോകത്ത് വൈവിധ്യങ്ങളുണ്ട്, ഒരുപാട് മതങ്ങളുണ്ട്, ജാതികളുണ്ട്, ഉപജാതികളുണ്ട്, സംസ്കാരങ്ങളുണ്ട്, ചിന്താധാരകളുണ്ട്. മതത്തിലും ദൈവത്തിലും വിശ്വസിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇതെല്ലാം ഉൾക്കൊണ്ടുവേണം നമുക്ക്. അപ്പോൾ വിദ്വേഷം പാടില്ല, പകയുണ്ടാകാൻ പാടില്ല. എല്ലാരും മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രമാണങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്ന, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 25ഓളം വാക്യങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. പഴയ ഓർമ്മയിൽ പറയാണ് കേട്ടാ, തെറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. 25ഓളം വാക്യങ്ങൾ ഖുർആനിലുണ്ട്. യാ അയ്യുഹന്നാസ്, ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് ഇവിടെ നിങ്ങൾക്ക് പഠനാർഹമായ ക്ലാസ് എടുത്തു തരുന്ന ഉസ്താദ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല
സിഹത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പരിപാടികളിൽ ശോഭിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ കേട്ടാ അവിടെ കേട്ടാ. അപ്പൊ നമ്മളെല്ലാം ആത്യന്തികമായി മനുഷ്യരാണ്. യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങളൊരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ഒക്കെ സൃഷ്ടിച്ചതാണ്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബാഇല ലിതആറഫു. നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയാണ്, നിങ്ങൾ തമ്മിലടിക്കാൻ വേണ്ടിയല്ല. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നവരാകണം. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്യന്തികമായ ദർശനം. മനുഷ്യരെ എന്നല്ല, സർവ്വ ജീവജാലങ്ങൾ കാരുണ്യം കാണിക്കണം എല്ലാവരോടും, എല്ലാ എല്ലാ വസ്തുക്കളോടും, എല്ലാ ജീവജാലങ്ങളോടും, കുഞ്ഞുങ്ങളോട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹം തൊടുപുഴയിലെ കാക്ക, ഹൈറുമ്മത്തിൽപ്പെട്ട കാക്ക കൊന്നുകളഞ്ഞ് മകനെയും 2 കുട്ടികളെയും നിഷ്കരണം കൊന്നുകളഞ്ഞ് 82-ാം വയസ്സിൽ ജയിലിൽ. അതുപോലത്തെ ആളുകളാകരുത് നമ്മൾ ക്ഷമിക്കണം. ഒരുപാട് ക്ഷമിച്ചെങ്കിൽ ഈ സൊസൈറ്റിയിൽ, ഈ മനുഷ്യർ, ഇവിടുത്തെ ഇത് വലിയ രാഷ്ട്രമാണ് നമ്മുടെ ഭാരതം. ആദ്യം രാജ്യത്തോട് കൂറുണ്ടാകണം നമുക്ക്. അപ്പൊ പാകിസ്ഥാനോട് കൂറ് കാണിച്ചാൽ പോരാ. അങ്ങനത്തെ തീവ്രവാദികളായി പോകാൻ പാടില്ല. അതാ ആദ്യമായിട്ട് ഞാൻ അറിയപ്പെടുത്തുകയാണ്. രാജ്യസ്നേഹം ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നമ്മൾ വിശ്വാസത്തിന്റെ അഭിനേത്രമായ ഘടകമാണ് സ്വരാജ്യ സ്നേഹം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ രാജ്യസ്നേഹം ഉണ്ടാകണം, ജനങ്ങളോട് പ്രതിബദ്ധരാകണം. നമ്മളിങ്ങനെ ജാതിയും മതിയും മറ്റ് അകൽച്ചകളൊക്കെ പറഞ്ഞ് അവരെയൊന്നും അകറ്റി നിർത്താൻ പാടില്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കണം. അതാണ് മതം നമ്മെ പഠിപ്പിച്ചുള്ളത്. അതീതെ ഞാനിങ്ങനെ പെട്ടെന്ന് ഓർക്കാൻ, തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ എല്ലാ മനുഷ്യർക്കും ആഗ്രഹിക്കണം, ഇഷ്ടപ്പെടണമെന്നാണ്. അപ്പൊ മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്. എല്ലാ മനുഷ്യർക്കും നാം ഇഷ്ടപ്പെടുകയും അവരോട് സ്നേഹം കാണിക്കുകയും ചെയ്യണം. നമ്മൾ എന്താണ് നമ്മൾ ഒരു നല്ല കാര്യം ആലോചിച്ചു, അപ്പൊ നമ്മൾ സഹോദരനും അത് ഉണ്ടാകണേ എന്ന് ഒരു പ്രാർത്ഥനാ മനോഭാവം ഉണ്ടല്ലോ നമുക്ക്. അതുകൊണ്ടാണ് ഗുഡ്സായി സങ്കുചിതരായി നമ്മുടെ മനസ്സുകളെ അതപ്പൊലിപ്പിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് സ്നേഹലോകം. സ്നേഹലോകം പണിയാൻ വലിയ പാടാണ്. ഇന്നലെ വാക്കുകളിൽ, പ്രസംഗങ്ങളിൽ, സാഹിത്യങ്ങളിൽ, എഴുത്തിൽ, വാക്കിലൊക്കെ നമുക്ക് അത് പറയാൻ കഴിയും. സ്നേഹിക്കുക എന്നുള്ളത്. ദേഷ്യപ്പെടുന്ന ആളുകളില്ലേ നമ്മളെ കാണുമ്പോൾ? വല്ലാതെ ദേഷ്യപ്പെടുന്ന ആളുകളില്ലേ? നമ്മളൊക്കെ ഒരു പുഞ്ചിരി എന്ന് പറഞ്ഞത് സ്വതക്കയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അത് ധർമ്മമാണ് എന്ന് അഷ്റഫുൽ. അതിന് പോലും കഴിയാത്ത ആളുകളില്ല, വിമ്മിഷ്ടപ്പെടുന്നില്ല. അപ്പൊ നമ്മൾ സുന്നിയായിരിക്കും, മറ്റാള് വേറെ എന്തെങ്കിലും ആയിരിക്കും. ചിരിക്കുക. നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാംഗം പറഞ്ഞ് ചിരിക്കുമല്ലോ നമ്മളോട്, ഇങ്ങനെ കാണിക്കുന്നു അല്ലേ? അതൊക്കെ നമ്മൾ കാണുമ്പോൾ വലിയ സന്തോഷമല്ലേ? അങ്ങനെയുള്ള മനുഷ്യരാകണം നമ്മൾ വെറുക്കുന്നവരാകരുത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 10 വർഷക്കാലം സേവനം ചെയ്ത മഹാൻ, അൻസാറുകളിൽപ്പെട്ട മഹാൻ കേട്ടോ. ഇപ്പൊ എന്താ റസൂലുള്ളാഹി ഉപദേശത്തിന്റെ പറഞ്ഞെന്താണ്? ആരോടും വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത പ്രഭാതവും പ്രദോഷവും പ്രതീക്ഷിക്കുക, അഭിമുഖീകരിക്കുക എന്നാണ് അല്ലാഹു പറഞ്ഞത്. അതെന്റെ ശരിയാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്റെ ശരിയെ ആര് മുറുകെ പിടിച്ചോ അവര് രണ്ടോടൊപ്പം സ്വർഗത്തിലാണ്. അത്രമാത്രം പ്രവിശാലമാണ് ഇസ്ലാമിന്റെ സ്നേഹലോകം. അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുന്ന മനസ്സിന്റെ ഉടമകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉയർത്തുമാറാകട്ടെ. ഇപ്പോൾ മുതൽ വൈകുന്നേരം 6 വരെ ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും മഹാനായ നമ്മുടെ നേതാവും ജേതാവുമായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ്ജാഹു ബർക്കത്ത് കൊണ്ട് അവർ വിജയിപ്പിക്കുമാറാകട്ടെ. അതിനുവേണ്ടി പണിയെടുക്കുന്ന നമ്മളെ സാഹല്ലാമീൻ ഹുർഫാനി ഉസ്താദിനെ പോലെയുള്ള നമ്മുടെ നേതാക്കളും നമ്മുടെ
ഉസ്താദുമാരും നമ്മുടെ പ്രവർത്തകരും ഒരുപാട് നമ്മോട് സഹകരിക്കുന്ന സഹായിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും അല്ലാഹു പൂർത്തീകരിക്കുമാർ. എല്ലാത്തിലും ഭാഗഭാക്കാകാനുള്ള അഹമഹിമകയ പങ്കെടുക്കാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും അവർ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു വർഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.